ചില നാടുകളിൽ വിവാഹം കഴിച്ചിട്ട് വരൻ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസം കുറെ ചെറുപ്പക്കാർ അവന്റെ വണ്ടി കയറി അവനങ്ങനെ കറക്കി അവസാനം സുബിയാകാൻ നോക്കുമ്പോ കൊണ്ടുപോയിട്ട് ആ വീട്ടിൽ കയറ്റി കൊടുക്കും. പച്ച തോന്നിവാസം, പച്ച ഹറാം, പക്ഷ ദുൽമ്, ഇങ്ങനെയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ചിലരെന്തെല്ലാം വേഷം കെട്ടലാണ്. വേഷം കെട്ടി ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളുടെ വേഷം കെട്ടി അങ്ങനെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയ അനുഭവവും നമ്മൾ ഈ സമുദായം അനുഭവിച്ചിട്ടില്ലേ? ഞാനൊരു സ്ഥലത്ത് ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതെൻ്റെ നാട്ടിൻ്റെ അടുത്താണ്. പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പന്തല് കാണുന്നു. ആ പന്തലിന്റെ ഇപ്പുറത്ത് താഴെ കുറച്ച് പോലീസുകാരെ കാണും. അപ്പൊ നോക്കുമ്പോൾ എന്താണ്? കല്യാണം കഴിഞ്ഞ വീടാണ്. പോലീസുകാർ കേസെടുക്കാൻ വേണ്ടി വന്നിട്ട് FIR തയ്യാറാക്കുകയാണ്. ഇതെന്തൊരു മുസീബത്താണ്! ഇതെന്തൊരു മുസീബത്താണ്! ഇങ്ങനെയാണോ പഴയ കാലത്ത് നമ്മളെ ബാപ്പാരും ഉമ്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നോ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? റോട്ടും ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് പ്രശ്നമൊക്കെ പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ സമുദായം രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ, ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും. അതെ, നിങ്ങളെ സഹായിക്കും. പക്ഷേ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദത്തം അങ്ങോട്ട് നിർവഹിക്കുന്നവരാകണം. അള്ളാഹു തരുന്ന അൺമത്തിൽ മതിമറന്ന് തോന്നിവാസം പ്രവർത്തിക്കുന്ന കാലത്തോളം ഈ സമുദായം രക്ഷപ്പെടൂല. അതിന് 4 മുദ്രാവാക്യം കൊണ്ടോ അല്ലെങ്കിൽ 2 പ്രകടനം കൊണ്ടോ ഈ സമുദായം രക്ഷപ്പെടൂല. ഏത് രാജ്യത്ത് ചെന്നാലും മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളില്ലാത്ത രാജ്യം ഏതാണ്? മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളില്ലാത്ത ലോകം എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ ആ ഫലസ്തീനിൽ ദിവസേന കൊന്നൊടുക്കപ്പെടുന്ന ചെറിയ പിഞ്ചു മക്കളെ സംബന്ധിച്ച് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, നിനക്ക് ഈ തുള്ളൽ തുള്ളാൻ കഴിയോ? അവിടെ വെച്ച് ദിനേന പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരെ സംബന്ധിച്ച് ഒരു ചെറിയ ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഈ അഹങ്കാരവുമായി ജീവിക്കാൻ സാധിക്കുമോ? സമുദായത്തോടൊരൽപ്പം കൂറുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയുമോ? ഈ സമുദായം യൂസിക്കുവാൻ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് എല്ലാവരും കൈനീട്ടുന്നത് പോലെ എല്ലാവരും ഈ സമുദായത്തിലേക്ക് കൈനീട്ടുന്ന ഒരു സമയം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് ചുരുങ്ങിപ്പോയത് കൊണ്ട് ന്യൂനപക്ഷമായത് കൊണ്ട് സംഭവിക്കുകയാണോ? നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ലാ ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ധാരാളം ആളുകളുണ്ട്, എണ്ണം കുറഞ്ഞതല്ല പ്രശ്നം. പക്ഷേ വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടി ചവറുകളെ പോലെ നിങ്ങൾ ഒന്നിനും പറ്റാത്ത, ദീനീ ബോധമില്ലാത്ത, പടച്ചവനെ ഭയപ്പെടാത്ത, ദീനിനോട് കൂറില്ലാത്ത, സംസ്കാരമില്ലാത്ത, ദീനിന്റെ ശിആറുകളെ പിച്ച് ചെയ്തുന്ന വിഭാഗമായി അധപ്പതിച്ചു പോയി എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ചുള്ള മതിപ്പും നിങ്ങളെ കുറിച്ചുള്ള ഭീതിയും ഭയവും എല്ലാം എടുത്തു മാറ്റിക്കളയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരുന്നു. എന്തേ സുഹൃത്തുക്കളെ, ഇസ്രായേലികൾ കുറെ കൂടുതലുണ്ടോ? മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? പക്ഷേ മുസ്ലിം സമുദായത്തിൽ വലിയ അക്രമം നടത്തി ഇങ്ങനെ ചെറിയ പിഞ്ചുമക്കളെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതല്ലേ? എന്താ കാരണം? ഈ സമുദായത്തിന്റെ അധപ്പതനമാണ് അതിന് കാരണം. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ആ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ വെറുക്കുന്നു, അതേ സമയത്ത് ദുനിയാവിനെ വല്ലാതെ താല്പര്യപ്പെടുന്നു. ദുനിയാവിലുള്ള കാര്യലാഭം വേണം, ദുനിയാവിലുള്ള രസങ്ങൾ വേണം, ദുനിയാവിലുള്ള എല്ലാ വികാരങ്ങളും വീട്ടണം. ദുനിയാവിൽ എന്തെല്ലാമോ കളിച്ച് ദീനും ബോധവുമില്ലാത്തവരെക്കാൾ അവരെ വെല്ലുവിളി
വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആ നേതൃത്വം ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ല. എല്ലാം പഠിപ്പിച്ചു തന്നൊരു നേതാവാണ് നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അച്ചടക്കം, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വാമിതിനി മിസ്കീന എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു എന്ന് ചിലപ്പോൾ കേൾക്കാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? എന്നെ ഒരു പാവപ്പെട്ടവനാക്കണം എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്അലുകൽ ഗിനാ, ഞാൻ ഐശ്വര്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ, എന്നെ ഒരു അച്ചടക്കമുള്ളവനാക്കണം അല്ലാഹുവേ. വാമിതിനി മിസ്കീനൻ, എന്നെ ഒരു അച്ചടക്കമുള്ളവനാക്കി മരിപ്പിക്കണം അല്ലാഹ് എന്നാണ് ആ ഹദീസിന്റെ മാന. ഞാൻ പറഞ്ഞു വരുന്നത് അച്ചടക്കമില്ലാത്തൊരു സമൂഹമായി, എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമുദായം അതപ്പതിച്ചു പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അതിൽ പെട്ടുപോകരുത് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുന്നു. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലർന്നുകൊണ്ടല്ല, ഏത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിഷിദ്ധമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ നിസാ അന്നബി ലസ്ന അഹദി മിനൻ നിസാ ഇന്നിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഹാദിഹി ആദാബുൻ അമറല്ലാഹു തആല ബിഹാ നിസാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ച അദബാണ്. ഓ സ്ത്രീകളെ, നിങ്ങൾ സംസാരത്തിൽ വിനയം കാണിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കും പോലെ അന്യപുരുഷനും അന്യ സ്ത്രീയും സംസാരിക്കാൻ പാടില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം, ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ പാടില്ല. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, പഴയ വിവരമില്ലാത്ത ജാഹിലിയ കാലത്ത് ചെയ്ത ആ പ്രവർത്തനം പോലെ നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയാണ്, നിസാഉൽ ഉമ്മത്തി തബഉൽ ലഹുന്ന ഫീ ദാലിക. ഇത് നബി തങ്ങളുടെ ഭാര്യമാരോട് മാത്രമുള്ള കൽപ്പനയല്ല, അവരെ പിന്തുടർന്നുകൊണ്ട് എല്ലാ സ്ത്രീകളും, ഈ സമുദായത്തിലുള്ള സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ കാര്യം നബി തങ്ങളുടെ ഭാര്യമാരോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ സ്ത്രീകൾ പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകൾ ജീവിച്ചതുപോലെ അച്ചടക്കമുള്ളവരായി ജീവിക്കണം. ആണും പെണ്ണും ഇടകലർന്ന് തുള്ളലും പിടിക്കലും അതൊന്നും തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരു മുസ്ലിമായ സഹോദരിക്കും സഹോദരനും അനുയോജ്യമായ കാര്യമല്ല. വൈദാ സഅൽതുമൂഹുന്ന മതഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, വകമാ നഹൈതുകും മിൻ ദുഖൂലി അലൈഹിന്ന കദാലിക, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് പുരുഷന്മാർ കടന്നു ചെല്ലാൻ പാടില്ല. ഇതേപോലെ ലാ തൻദുറു ഇലൈഹിന്ന ബിൽ കുല്ലിയ, സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. വലൗ കാന ലിഅഹദികും ഹാജതൻ യുരീദു തനാവുലഹാ മിന്നുന്ന, സ്ത്രീകളിൽ നിന്ന് വല്ല സംഗതിയും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഫലാ യൻദുർന ഇലൈഹിന്ന, സ്ത്രീകളെ മുഖത്ത് നോക്കിയിട്ട് വാങ്ങാൻ പാടില്ല. വലാ യസ്അലുഹുന്ന ഹാജതൻ ഇല്ലാ മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ പിന്നിലായിട്ടല്ലാതെ സ്ത്രീകളോട് വാങ്ങുകയോ കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള, അതേപോലെ സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കൊന്നും മുസ്ലിം സമുദായം ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലെന്ന്, മതബോധമുള്ളവരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണമെന്നും. അള്ളാഹുവിനെ ചതിക്കാൻ കഴിയൂല, പഠിച്ചവനായിരിക്കും പറ്റിക്കാനൊന്നും കഴിയില്ല. പഠിച്ചവന്റെ മുമ്പിൽ കുറച്ച് മഹിലാമാരെ കൊണ്ടുവന്ന് നിക്കാഹിന് സ്റ്റേജിൽ കുത്തിരിപ്പിച്ച് ഒരു ഫാത്തിഹ എഴുതുമായിരുന്നു. ആ മുസ്ലിംമാരൊക്കെ വലിയ ജോറായിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് യാത്ര അയച്ച്, എന്നിട്ട് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം കല്യാണം നടക്കുന്ന സ്ഥലത്ത് സ്വന്തം മകളെയും അതേപോലെ വരനെയും ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ വേണ്ടി പ്രകടിപ്പിച്ചു കൊടുക്കുന്ന പച്ചയായ ഹറാം മുസ്ലിം സമുദായം ചെയ്യാൻ പാടില്ല. മുസ്ലിം സമുദായം ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.